ശ്രീകൃഷ്ണന് മുഖ്യമായും 8 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ ജാമ്പവതിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ജാമ്പവതി കൃഷ്ണനോട് പറഞ്ഞു, അങ്ങയുടെ ശിവപൂജ മൂലമല്ലേ രുക്മിണിക്ക് 8 പുത്രന്മാരുണ്ടായത്? അതുപോലെ എനിക്ക് വേണ്ടിയും ശിവപൂജ ചെയ്യില്ലേ? ഇത് കേട്ട് ഭഗവാൻ ഗരുഡന്റെ മേലേറി ഹിമാലയത്തിലേക്ക് പോയി. അവിടെ അതിസുന്ദരമായ ഒരു ആശ്രമത്തിൽ ഒട്ടനവധി മുനിമാർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം ഭഗവാനും ഉപമന്യു എന്ന മുനിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി. മുണ്ടനം ചെയ്ത് മരവുരിയെടുത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ദിവസവും പൂജ ചെയ്ത് ഘോരഘോരമായ തപസ് ചെയ്യാൻ തുടങ്ങി. ഒറ്റക്കാലിൽ നിന്ന് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി 5 മാസം ഭഗവാൻ തുടർച്ചയായി പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ മാസം പഴങ്ങൾ മാത്രം കഴിച്ചു. രണ്ടാമത്തെ മാസം ജലം മാത്രം. തുടർന്നുള്ള 3 മാസം പൂർണ്ണമായും നിരാഹാരം. ഒരു ദിവസം ശിവപൂജ ചെയ്ത് ധ്യാനമഗ്നനായിരിക്കുമ്പോൾ പാർവതീ സമേതനായി പരമേശ്വരൻ ശ്രീകൃഷ്ണന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പരമേശ്വരനെ സ്തുതിച്ചു. പരമേശ്വരൻ പ്രസന്നനായി 8 വരങ്ങൾ ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ധർമ്മത്തിൽ സ്ഥിരബുദ്ധി ഉണ്ടാകണം. യുദ്ധത്തിൽ എന്റെ ശത്രുക്കൾ പരാജയപ്പെടണം. യജ്ഞങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യപ്പെടണം. എനിക്ക് അതുല്യമായ ശക്തിയുണ്ടാകണം. യോഗശാസ്ത്രത്തിൽ എന്റെ താത്പര്യം കൂടണം. അങ്ങയുടെ ചരണകമലങ്ങളിൽ ശാശ്വതമായ ഭക്തി ഉണ്ടാകണം. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം. എനിക്ക് 1000 സന്താനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, കൃഷ്ണ, എന്നോടും 8 വരം ചോദിച്ചോളൂ. ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണർക്ക് മേൽ എനിക്ക് കോപം വരരുത്. പിതൃക്കൾ എനിക്കുമേൽ സന്തുഷ്ടരാകണം. എനിക്ക് 100 പുത്രന്മാരുണ്ടാകണം. എനിക്ക് എല്ലാ സുഖങ്ങളും ലഭ്യമാകണം. എന്റെ കുലത്തിൽ പരസ്പര ശത്രുതയുണ്ടാകരുത്. സ്ത്രീകൾക്ക് സന്തോഷം ലഭിക്കണം. എല്ലാവർക്കും ശാന്തി ലഭിക്കണം. എന്റെ ഭാര്യമാരോടൊക്കെ എനിക്ക് സമാനമായ സ്നേഹമുണ്ടാകണം. തഥാസ്തു എന്നനുഗ്രഹിച്ച് ശിവപാർവതിമാർ കൈലാസത്തിലേക്ക് മടങ്ങി. ജാമ്പവതിക്ക് പുത്രനുണ്ടാകാൻ തപസ് ചെയ്ത ശ്രീകൃഷ്ണന് പരമേശ്വരൻ എന്തൊക്കെയാണ് നൽകിയതെന്ന് നോക്കൂ.